ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നതിന്റെ ഭാഗമായി കേരള വിഷന്റെ നേതൃത്വത്തിൽ ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ വെച്ച് നടന്ന സെമിനാർ കേരള വിഷൻ ഡയറക്ടർ എം ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകുന്നതിനും വേണ്ടി സാങ്കേതിക വിദ്യയിലുള്ള മാറ്റങ്ങളെക്കുറിച്ചും പുതിയ അപ്ഡേറ്റുകളെക്കുറിച്ചും കേബിൾ TV ഓപ്പറേറ്റർമാരും ജീവനക്കാരുമായി ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്ന സെമിനാർ കേരള വിഷൻ ഡയറക്ടർ എം ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാജ്യത്ത് കേബിൾ TV രംഗത്ത് കേരള വിഷൻ ബാക്കിയുള്ളവർക്ക് നമ്മൾ ഓപ്പറേറ്റർമാരോട് പറയുന്നു, ജീവനക്കാർ നമ്മൾ എത്രയോ കാലത്തിന് ശേഷം പങ്കെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രാജ്യത്ത് കേബിൾ TV രംഗത്ത് ഇന്ന് കേരള വിഷന്റെ സ്ഥാനം 4ാം സ്ഥാനത്താണ്. ഡിജിറ്റൽ കേബിൾ TV രംഗത്ത് ബ്രോഡ്ബാൻഡ് രംഗത്ത് 6ാം സ്ഥാനത്താണ് കേരള വിഷൻ പ്രവർത്തിക്കുന്നത്. റൂറൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയിൽ കേരള വിഷന്റെ സ്ഥാനം 2ാം സ്ഥാനത്താണ്. സമസ്ത മേഖലകളിലും കേരള വിഷൻ കേരളത്തിൽ 1ാം സ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് ഇതിനോടകം തന്നെ ഡിജിറ്റൽ കേബിൾ TV രംഗത്ത് 30 ലക്ഷം കണക്ഷനും ഇന്റർനെറ്റ് കണക്ഷൻ രംഗത്ത് 14 ലക്ഷം കണക്ഷനുമായി അനുസ്യൂതമായ ജൈത്രയാത്രയാണ് കേരള വിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ലക്ഷം കോടി മുതൽ മുടക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ കേരളത്തിൽ പ്രവർത്തിക്കാൻ ഒരു അവസരവും നൽകാത്ത തരത്തിലുള്ള ഒരു മികവാണ് കേരള വിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സേവനങ്ങളെല്ലാം തന്നെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകുന്നതിനും പുതിയ മാറ്റങ്ങളെ കുറിച്ചും പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ സംസാരിച്ചു. CCN ഡയറക്ടർ വിനോദ് P. സ്വാഗതവും കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രകാശ് P. നന്ദിയും പറഞ്ഞു. കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് മാജിക് DG ഹെൽപ്പ് ഡെസ്ക് ടൂറിസം ടേണിംഗ്സ് തുടങ്ങി വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് രാജേഷ് VA, ഡാനിയൽ വജി, സജീവ് കുമാർ, രാഹുൽ ഡിശാൽ ആന്റണി തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഇത് ജസ്റ്റ് ഈ OTT സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെയാണ് മേജർ പ്ലേയേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് കണക്ക് അത്ര വലിയ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം. OTT എന്ന് പറയുമ്പോൾ പലർക്കും എന്താണ് OTT, എന്താണ് ലൈവ് TV എന്നുള്ളത് ഇപ്പോഴും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് പലർക്കും സംശയമുണ്ട്. നമ്മുടെ കേബിൾ TVയുടെ ചരിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ 1990കളുടെ തുടക്കത്തിലാണ് കേബിൾ TV എന്നുള്ളൊരു സംവിധാനം നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. വരുന്ന 2 മാസത്തിനുള്ളിൽ കേബിൾ TV സർവീസുകൾ മുഴുവനും ഡിജിറ്റൽ സെറ്റ് ഓഫ് ബോക്സ് വഴി ലഭ്യമാക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് TV എനിവർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുഴുവൻ പ്രോഗ്രാമുകളും മൊബൈൽ ഫോണിലേക്കും സർവീസുകൾ ലഭ്യമായി തുടങ്ങുന്ന പദ്ധതിയെക്കുറിച്ചും സെമിനാറിൽ ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.